ബെഞ്ചമിൻ ചേട്ടാ, എന്താ മോനെ? ഇതെന്തോന്ന് ചെവിയിൽ വയ്ക്കുന്നത് ഇയർപോഡാ? ഇത് ഇയർപോഡല്ലടാ, ഇത് ഇയർ കഫ്. എന്ന് വെച്ചാ ഇയറിൽ വെക്കണ കഫ്. നല്ല രസല്ലേ? ഇത് ഈ കാത് കുത്താത്തവർക്കും വെക്കാൻ പറ്റുമോ? ഇത് കാത് കുത്താത്തവർക്ക് വെക്കാൻ പറ്റും. ഇതിൽ മറ്റേ ആ ആണി ആ ഒരു ടൈപ്പ് ആണിയല്ല, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണ ഒരു രീതിയിലാണ്. ഓക്കെ, ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫംഗ്ഷന് പോകണം, പുതിയതായ രീതിയിൽ എന്തെങ്കിലും. പുറത്തൊക്കെ ഈ സംഭവം ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ അധികം അങ്ങനെ കോമൺ അല്ല. പക്ഷെ നമ്മുടെ സ്റ്റോറിൽ ഏകദേശം 10-30 വർഷമായിട്ട് ഇയർ കഫ് നല്ല സെയിലാണ്. ഓക്കെ, നമ്മൾ ഇത് ഇയർ കഫിന്റെ ഒരു ഡിസൈൻ മാത്രമാണ് ഇതിപ്പോ കാണിച്ചു തരുന്നത്. ഇതിലൊരു 3 വെറൈറ്റി ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് ഏകദേശം ഒരു 50-60 തരം ഇയർ കഫ് ഉണ്ട്. PA ചെയ്തവർക്ക് ഇടാൻ പറ്റുന്ന ഇയർ കഫ് ഉണ്ട്, പിന്നെ വെച്ചാൽ PA ചെയ്യാത്തവർക്ക് ഇടാൻ പറ്റുന്ന ഇയർ കഫ് ഉണ്ട്. ഇതിന്റെ പ്രസ്സിങ്ങിൽ തന്നെ 3-4 തരം പ്രസ്സിംഗ് ആയിട്ട് വരുന്ന ഇയർ കഫ്സ് ഉണ്ട്. നമുക്കൊരു 150-200 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 1000-2000 റുപ്പീസ് വരെയുള്ള ഇയർ കഫുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ആ ഗോൾഡ് കളറൊക്കെ കളർ പോവോ? ഇത് കളറൊന്നും പോകത്തില്ല. ഇത് നന്നായിട്ടില്ല. ഇത് 18 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആട്ടോ. നമ്മൾ സാധാരണ കാണുന്ന ഒരു 22 കാരറ്റിന്റെ ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല, ഇത് 18 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റോറിൽ പ്ലാനറ്റ് ജുവലിൽ ആയോ, സ്റ്റൈൽ പ്ലസിൽ 2nd ഫ്ലോറിൽ. ഓക്കെ.